ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ NM അരുൺ ചേരുകയാണ്. ഡോക്ടർ അരുൺ, നിലവിൽ ഏറെ ഘട്ടത്തിലൂടെ തന്നെയാണ് മലയാളികളെമ്പാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂട് കാലത്ത് വില്ലനായി ഇത്തരത്തിൽ പാമ്പ് കടിയേൽക്കുന്ന ഒരു സാഹചര്യം, അതിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം. ഈ ഒരു ചൂട് കാലത്ത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാനായി സാധിക്കും? ആ പറയുന്ന ഗോൾഡൻ അവർ, അതിൽ കൃത്യമായ രീതിയിൽ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർമാർ, ആരോഗ്യ വിദഗ്ധർ നൽകേണ്ടത്? പലയിടത്തും ചികിത്സ നിഷേധിക്കുന്നു എന്ന ആരോപണമടക്കം കുടുംബം ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ വേനൽക്കാലത്ത് പാമ്പുകടി കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയധികം മരണങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ 2 കേസിലും ബൈറ്റാണെന്ന് കൺഫേം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ സ്നേക്ക് ബൈറ്റ് ആണ് എന്നൊരു അസംഷനിൽ ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയുള്ള ചികിത്സ തുടങ്ങാൻ എല്ലാ ആരോഗ്യ പ്രവർത്തകരും തയ്യാറാവണം. ആ രീതിയിലൊരു ഗൈഡ് ലൈൻ, മാർഗരേഖ സർക്കാർ കൊടുക്കുകയും വേണം. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ സാധാരണ വല്ല കഴിച്ച് നമ്മൾ വാഷ് ചെയ്യാനൊക്കെ പറയും, 15 മിനിറ്റ് വാഷ് ചെയ്യാന്നൊക്കെ. ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, വാഷ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ആ കടിച്ച ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യാന്ന് പറയും. ഇമ്മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇളകാതിരിക്കുക. അതായത് നമ്മളിപ്പോ ഒരു ഫ്രാക്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മരക്കഷ്ണോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ ഒക്കെ വെച്ചിട്ട് പിടിച്ച് കെട്ടും അല്ലെ. അതേപോലെ കൈയായാലും കാലാണെങ്കിൽ, യൂഷ്വലി കയ്യോ കാലോ ആയിരിക്കും, ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക. ആള് നടക്കരുത്, ആ കയ്യിലാണ് കടിച്ചെങ്കിൽ കൈ ഒന്നിനും ഉപയോഗിക്കരുത്. എന്നാൽ ടൈറ്റായിട്ട് കെട്ടാനും പാടില്ല. അതായത് നമ്മൾ പണ്ടൊക്കെ ഈ രക്തോട്ടം ഇല്ലാത്ത രീതിയിൽ വളരെ ടൈറ്റായിട്ട് ഈ കടിച്ചതിന്റെ മുകളിൽ കെട്ടാറുണ്ട്. അങ്ങനെ കെട്ടാൻ പാടില്ല. വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഉടനെ തന്നെ ഈ ആന്റിവെനം സൗകര്യമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇമ്മൊബിലൈസ് ചെയ്യുക. കാലാണെങ്കിലും കൈയാണെങ്കിലും ഇളകരുത്, ആളെ നടത്തിക്കരുത്, കൈ കൊണ്ട് ഉപയോഗിക്കരുത്. ഡോക്ടർ, ഈ ഒരു സാഹചര്യത്തിൽ പലരും, ചില ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്നത്, അതുപോലെ റെസ്ക്യൂവർമാരടക്കം പറയുന്നത്, കാല് കഴുകാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് ജനങ്ങളിൽ ചില ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അല്ല, അത് ജസ്റ്റ് ഒന്ന് കഴുകിയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നായ കടിക്ക് നമ്മളൊരു 15 മിനിറ്റ് സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് കഴുകാൻ പറയാറുണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ സമയം കളയാണ്. ഓക്കെ, നമ്മളിതില് ഇൻഫെക്ഷൻ അല്ല തടയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വെനം ഉള്ളിൽ കയറുന്നതാണല്ലോ. അത് കഴുകിയതുകൊണ്ട് കാര്യമില്ല. വെനം ഉണ്ടെങ്കിൽ ഉള്ളിൽ എപ്പത്തിനുണ്ടാവും. പക്ഷെ വളരെ ടൈനി മാർക്കാണല്ലോ, വളരെ ടൈനി മാർക്കാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കഴുകിയോണ്ട് വെനം പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടെന്നുള്ള, അതിന് സമയം കളയരുത്. ഓക്കെ, ഏറ്റവും എത്രയും പെട്ടെന്ന് സ്ഥലത്ത് എത്തിക്കുക. അപ്പൊ ഇമ്മൊബിലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും നടത്തിയിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഒന്നുകിൽ കിടത്തിയിട്ട് ആളെ പിടിച്ച്, 2 പേരും കൂടി പിടിച്ച്, കുട്ടികളൊക്കെ ആകുമ്പോൾ എടുത്തു കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. പക്ഷെ ആ കൈ ഇളകാതെ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ കയ്യിലാണ് കടിച്ചെങ്കിൽ കൈയിട്ട് വല്ലാതെ അടിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും എൻവെനമേഷൻ കൂടുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ തലച്ചോറിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ കൈയിനെ ഇളക്കാതെ വെക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ഡോക്ടർ, മറ്റൊരു സംശയം, ഇപ്പോൾ ഈ പാമ്പ് കടി ഏറ്റു എന്ന് എങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? കാരണം ഈ സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ കുട്ടികൾക്കാണ് കടിയേറ്റിരിക്കുന്നത്. കുട്ടികൾക്ക് പാമ്പിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഉറക്ക സമയത്തായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്ത്. ഒരു കായംകുളത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പാമ്പ് കടിച്ചോ ഇല്ലയോ എന്നതുപോലും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നീട് കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ പാമ്പ് കടി എങ്ങനെ, ആ ഒരു 2 പല്ലിന്റെ ആ ഒരു അളവുകോല് വെച്ച് മാത്രം നമുക്ക് പാമ്പ് കടിയാണ്? അതായത് നമ്മള് അണലിയൊക്കെ ആണെങ്കിൽ ലോക്കലായിട്ടൊരു സ്വെല്ലിംഗ് ഉണ്ടാവും, വീക്കം ഉണ്ടാവും. എന്നാൽ മറ്റേ ചിലപ്പോൾ ക്രേറ്റിലാണെങ്കിലും കോബ്രയിലാണെങ്കിലും ചിലപ്പോൾ വീക്കൊന്നും ഉണ്ടാവില്ല. ആ മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മാർക്ക് നമ്മൾ കാണേണ്ടതാണ്. മാർക്ക് ഇല്ലാതെ ഒരു ബൈറ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. വളരെ സൂക്ഷിച്ച് നോക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കിയാൽ അത് കാണുള്ളൂ. അത്രയും വളരെ ചെറുതായിരിക്കും. ചെറിയ പാമ്പിന്റെ കുട്ടിയുടെയൊക്കെ കടിയാണെങ്കിൽ വളരെ ചെറുതായിരിക്കും. പക്ഷെ മാർക്ക് ഉണ്ടാവും. മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അത് പാമ്പ് തന്നെ വിചാരിച്ചിട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ആന്റിവെനം തുടങ്ങണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ, ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം. ബ്ലഡ് ടെസ്റ്റിൽ പ്രശ്നം കാണുന്നത് അണലിക്ക് മാത്രമാണ്. കാണുന്നില്ല, സാധ്യതകൾ കുറവാണ്. വെയിറ്റിനും കാണുന്നില്ല. അപ്പോ അണലിക്കാണ്. അണലി പിന്നെ സ്ലോ ആക്ടിങ് ആണ്, അതുകൊണ്ട് അതിന് അത്ര എമർജൻസി ഇല്ല. എമർജൻസിയിൽ കോബ്ര ആൻഡ് ക്രേറ്റ് ആണ്. അപ്പോ അതിന് ചിലപ്പോൾ ലോക്കലി ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ചെറിയ ഫാങ് മാർക്ക് മാത്രമേ ഉണ്ടാവും. അപ്പൊ ഈ എനിക്ക് തോന്നുന്ന തല ചുറ്റുന്നു, കണ്ണിരിട്ടടയ്ക്കുന്നു, 2ആയിട്ട് കാണുന്നു, നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ തന്നെ ഉദര സംബന്ധമായ രോഗങ്ങളും ഇതിന്റെ ഒരു ലക്ഷണം തന്നെയാണോ? അതെ, ഛർദിയും വയറുവേദനയൊക്കെ സാധാരണത്തിന് വരാറുണ്ട്. ഛർദിയും വയറുവേദനയും ഉണ്ടാവാറുണ്ട്. അത് മറ്റേ ക്രേറ്റിന് സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷെ അത് മാത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിലെന്താ ഒരു പ്രശ്നം വരുന്ന വെച്ചാല് ഡോക്ടർമാർക്ക് പെരിഫറിയിലിരിക്കുന്ന ഡോക്ടർമാര് മേ ബി അത്ര ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു ഡിഫൻസീവ് പ്രാക്ടീസിലേക്ക് പോകുന്നുണ്ടോ സംശയമുണ്ട്. അത് നമ്മൾ എന്ത് സംഭവിച്ചാലും ഡോക്ടറുടെ തലയിൽ കുറ്റം എന്ന് പറയുമ്പോൾ ആളുകൾ റെഫർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ടോ സംശയമുണ്ട്. അത് നിർഭാഗ്യകരമാണ്. എനിക്ക് തോന്നുന്നത് ഈ പെരിഫറിയിലുള്ള അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങും അവർക്കൊരു കോൺഫിഡൻസും കൊടുക്കണം സർക്കാർ. നിങ്ങൾ ധൈര്യമായിട്ട് ആന്റിവെനം സ്റ്റാർട്ട് ചെയ്യൂ. ആന്റിവെനം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാൽ നമ്മൾ ഏറ്റെടുക്കാം. നിങ്ങളെ കുറ്റം പറയില്ല എന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ഇത് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത നിർഭാഗ്യവശാൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിൽ ഒരു സംശയം വരുന്നത്, ഇപ്പോൾ ആന്റിവെനം നൽകിയില്ല എന്നുള്ള ഒരു പരാതി പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റിലൂടെ കൃത്യമായി പാമ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ അതിനുള്ള ആന്റിവെനം, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനകത്തുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഒറ്റ ആന്റിവെനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. വിഷാംശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതേ ആന്റിവെനം മാത്രം കൊടുത്താൽ മതി. പിന്നെ എന്തിനാണ് ഇത് ഏത് പാമ്പാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യകത കൂടി വരുന്നത്? അല്ല, അത് ഭാവി നമ്മുടെ കോംപ്ലിക്കേഷൻസ് അറിയാൻ വേണ്ടിയാണ്. അണലി ആണെങ്കിൽ ഇന്നതാണ്. നമുക്ക് ആള് സർവൈവ് ചെയ്തു, ഇനീഷ്യൽ പ്രോബ്ലം കഴിഞ്ഞാല് നമുക്ക് ഏതൊക്കെ ഓർഗനെ ബാധിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. നമുക്ക് അതിന്റെ പ്രോഗ്നോസിസ് എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ പാമ്പിനെ പിന്നാലെ പോകേണ്ട കാര്യമില്ല, ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക നല്ലത്. പക്ഷെ ആന്റിവെനം നമ്മളിപ്പോൾ ഒന്നെ കൊടുക്കുന്നുള്ളൂ, എല്ലാത്തിനും കൂടിയിട്ടുള്ള ആന്റിവെനമാണ്. പോളി ആന്റിവെനമാണ്. ശരി ഡോക്ടർ, മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ആന്റിവെനം അത് പല ആരോഗ്യ വിദഗ്ധരും പറഞ്ഞിട്ടുള്ളതാണ്, 80% അലർജിക് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ആന്റിവെനം. അതുകൊണ്ട് ഈ ആന്റിവെനം നൽകുന്നതിൽ മറ്റ് ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പെരിഫറയിൽ കൊടുക്കാൻ മടിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആന്റിവെനം ധൈര്യമായിട്ട് കൊടുക്കാനുള്ള ഒരു ഇതും അതുകൊണ്ട് ഉണ്ടാകാവുന്ന എന്ത് പ്രശ്നങ്ങളും മീൻസ് നമ്മൾ സർക്കാരും സംവിധാനങ്ങളും ആ ഡോക്ടറുടെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുണ്ടെങ്കിൽ ഡോക്ടർമാർ കൂടുതൽ കൊടുക്കും. റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഛർദി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവസാനം ഇത് വിഷാംശമുള്ള വൈറ്റ് അല്ല, എന്നാൽ ആന്റിവെനം കഴിച്ചിട്ട് വല്ല റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിലും മരണ രീതിയിലേക്കൊന്നും പോവില്ല, എങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് പലപ്പോഴും കൊടുക്കാൻ അടിക്കുന്നത്. പ്രധാന ആശുപത്രികളാകുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഡോക്ടർമാരുണ്ടാവും. വല്ല റിയാക്ഷൻ ഉണ്ടായാലും അവർക്ക് നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും. ചെറുകിട ആശുപത്രിയിൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആന്റിവെനം ഉണ്ടെങ്കിലും ചിലപ്പോൾ വ്യക്തമായിട്ടുള്ള ബൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത സിറ്റുവേഷനിൽ റെഫർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. ഇനി ഡോക്ടർ, ഒരു സംശയം കൂടി, അതായത് ഈ പാമ്പ് കടി ഏൽക്കുമ്പോൾ പൊതുവിൽ എല്ലാവരും ഒരു ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു വിഷയം ചിലന്തിയാണോ? ഇപ്പോൾ നേരിട്ട് കണ്ടില്ല എങ്കിൽ ചിലന്തി കടിച്ചു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ചിലന്തി കടിച്ചാലും അതിന് ചില ദോഷവശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ 2 കുത്തുകൾ എന്നുള്ളത് പല സാഹചര്യത്തിലും ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഡോക്ടർമാരെ സംബന്ധിച്ചും അത് വലിയൊരു തലവേദനയാണോ? അല്ല, ശരിയാണ്. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസിൽ ഡോക്ടർമാർക്ക് പലർക്കും പറയാൻ പറ്റും. അത്ര പരിചയമില്ലാത്തവർക്ക് പറയാൻ പറ്റണമെന്നില്ല. എങ്കിലും നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പാമ്പ് കടിയാണെന്ന് അസ്യൂം ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. മനസ്സിലായി? അതുകൊണ്ട് ഇപ്പൊ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവാൻ വന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആന്റിവെനം കൊണ്ടുള്ള റിയാക്ഷൻ ഉണ്ടാവാം, പക്ഷെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ശരി, കൃത്യസമയത്ത് വേണ്ട രീതിയിൽ ചികിത്സ നൽകുക എന്നത് മാത്രമാണ് നമുക്ക് ഇതിന് മുന്നിൽ പറയാനായിട്ടുള്ളത്. നമ്മളൊപ്പം ആരോഗ്യവിദഗ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ NM അരുൺ ആയിരുന്നു പങ്കുചേർന്നത്. നന്ദി ഡോക്ടർ പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.